ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനലിലെ ഒരു പുതിയ പ്രോഗ്രാമാണിത്. അതിൻ്റെ പേര് ഗൗരവമേറിയ പാട്ട് ചർച്ച എന്നാണ്. അപ്പോൾ അതിൽ ഈ പാട്ടുകാരുടെ ഇൻ്റർവ്യൂ, ഇപ്പം പ്രശസ്തരും അല്ലാത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള, ഇപ്പം നമുക്ക് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ അല്ല, സാധാരണ നല്ല പാട്ടുകൾ പാടുന്ന ആൾക്കാരുടെ ഇൻ്റർവ്യൂ. അപ്പം ഇതിനകത്ത് ഞാൻ വിചാരിച്ചു അമ്മയുടെ ഇൻ്റർവ്യൂ തന്നെ എടുക്കാം. കാരണം ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആൾക്കാരിൽ ഒരാളാണ്. അപ്പം നമ്മൾ ഒരുപാട് അനുഭവ സമ്പത്തൊക്കെയുള്ള ചെറുപ്പത്തിൽ തന്നെ ഭൂട്ടാൻ എന്ന് പറയുന്ന ശാന്തസുന്ദരമായ രാജ്യത്ത് ജീവിക്കാനും ഒക്കെ അവസരം കിട്ടിയ ആളാണ്. അപ്പം ഭൂട്ടാനെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താ? എങ്ങനെയുള്ള രാജ്യമാണ് ഭൂട്ടാൻ? ഭൂട്ടാൻ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പിന്നെ അവിടെയുള്ള ആൾക്കാരും അതേപോലെ ശാന്തരും സ്നേഹമുള്ളവരും, എല്ലാ ആൾക്കാരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നന്നായിട്ട് ചെയ്യുന്ന അവിടുത്തെ ആളുകൾ അങ്ങനെയാണ്. ആ സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം ഹിമാലയത്തിൻ്റെ ബ്രാഞ്ചുകളാണ്. കിഴക്കൻ സൈഡിലുള്ള ബ്രാഞ്ചിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സും എല്ലാം. അങ്ങനെ വെളിയിൽ വന്ന് നോക്കിയ ആ പർവ്വതത്തിൻ്റെ ശാഖകളും വൃക്ഷങ്ങളും നല്ല പച്ച നിറത്തോടു കൂടിയുള്ള പർവ്വതത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെ മനസ്സിന് വളരെ ആഹ്ലാദമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മൾ അതാണ് നോക്കി കാണുന്നത്. അമ്മ ഭൂട്ടാനിൽ വെച്ച് പാടിയിട്ടുള്ളത് വെച്ച് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു ഹിന്ദി പാട്ട്, അതിപ്പോൾ എന്നും എനിക്ക് ഓർമ്മയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2 വരി, അതായത് സീസാ ഹോയ ദിൽ ഹോ ആഖിർ ടൂട്ട് ജാത്ത എന്നുള്ള പാട്ട് പണ്ട് തൊട്ടേ പാടുന്നത്, അതൊന്ന് പാടാൻ പറ്റുമോ? അത് ഓർമ്മയുള്ള 2 വരിയേ ഉള്ളൂ. അത് പാടാം. വർഷങ്ങളായില്ലേ, അതുകൊണ്ട് ആ 2 വരി ഒന്ന് നോക്കാം. शीशा हो या दिल हो, आखिर टूट जाता है, टूट जाता है, टूट जाता है. ഓർമ്മയില്ല. ഇപ്പം പ്രായമായി, 75 വയസ്സായി. സൗണ്ടും അതുകൊണ്ട് നല്ല രീതിയിൽ പാടാൻ പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഇത് ഫുള്ളായിട്ട് ഞാൻ പാടാൻ ശ്രമിക്കാം. ശരി. ഇനിയിപ്പോൾ നമ്മുടെ ഗൗരവമേറിയ ചർച്ചയിൽ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത്, കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ അമ്മയ്ക്കിഷ്ടം, അതോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ? രുചി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. പക്ഷേ എങ്കിലും ഗുണം ചെയ്യുന്നത് കടുകെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അത് നമ്മൾ ആദ്യമായിട്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. പക്ഷെ അത് ചൂടാക്കി അതിന് ശേഷം വെള്ളം തളിച്ച് എന്നിട്ട് നമ്മൾ കറികൾ ഉണ്ടാക്കിയാൽ അതിന് അത്ര ടേസ്റ്റിന് കുഴപ്പമില്ല. ടേസ്റ്റ് നല്ലതായിരിക്കും. നല്ലതായിരിക്കും. പിന്നെ അച്ചാറുകൾ ഇടാൻ ഏറ്റവും നല്ലത് കടുകെണ്ണയാണ്. ഭൂട്ടാനിലെ കടുകെണ്ണയല്ലേ കൂടുതൽ? ഭൂട്ടാനിലെല്ലാവർക്കും കടുകെണ്ണ. പിന്നെ അവർ കൂടുതലായി ഉപയോഗിക്കുന്നത് നെയ്യാണ്. നെയ്യ് യാക്കിൻ്റെയും പശുവിൻ്റെയൊക്കെ പിന്നെ വെണ്ണ ഉണ്ടാക്കി നെയ്യാക്കി, അതാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അമ്മ, പിന്നെ ഭൂട്ടാനിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറിൽ നെയ്യും ഉപ്പും ഒക്കെ ഇട്ട് ഇളക്കി പപ്പടവും.
പരിപ്പും പപ്പടവും നെയ്യും. അല്ല, പരിപ്പും പപ്പടവും ഒന്നും എനിക്ക് ഇഷ്ടമല്ല. വെറും ചോറ്, വെറും നെയ്യ് ഇട്ട് ഇളക്കി കഴിക്കുന്ന എനിക്കിപ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയാണത്. അപ്പം ആ പാട്ടുകൾ തുടരുമ്പോൾ അവിടെ മലയാളി അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ആ അസോസിയേഷൻ്റെ ഇതിൽ ഇപ്പം ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഒക്കെ പാടുമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അത് അന്ന് ഇഷ്ടപ്പെട്ട് പാടിയ ഒരു കുറേ ആൾക്കാർ ഇപ്പോഴും പറയാറുണ്ട്. ചന്ദ്രികയമ്മ പാടിയിട്ടുള്ളൊരു പാട്ട്, ആ പാട്ടൊന്ന് പാടാം. മറ്റേ കാലിത്തൊഴുത്തിൽ എന്ന് പറയുന്നൊരു പാട്ട്, അതൊന്ന് പാടാം, 2 വരി. കാലിത്തൊഴുത്തിൽ പിറന്നു കാൽവരി കുന്നിൽ മറഞ്ഞു കാരുണ്യരൂപം തൊഴുന്നേ കാലിനാദം തൊഴുന്നേ പാരിതിൽ പാപത്തെ തീർക്കാൻ ഉൾമുടി ചൂടിയതേ അപ്പം ആ പാട്ട് ഇത് ഇപ്പോഴും പാടും. അപ്പം അന്ന് ഞങ്ങൾക്ക് എത്ര 10 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 8 വയസ്സ്, അനിയൻ 8, എനിക്ക് 10. ഇടയ്ക്ക് മൂത്ത മകനെ, അതായത് ഈ എന്നെ നാട്ടിലും കണ്ടുകൊണ്ട് കളഞ്ഞിട്ട് പോരുന്നായിരുന്നു. അങ്ങനല്ല, നിന്നെ നാട്ടിൽ കളയാൻ കാര്യം ട്രെയിനകത്ത് വെച്ച് മിസ്സായി എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ നേർക്ക് ഒരാൾ മേളിൽ നിന്ന് ബാഗ് വെക്കുമായിരുന്നു. അടുത്ത മുറിയിലോട്ട് കൂടെ വന്ന ആൻറ്റി ഒന്ന് കാണട്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞത് പിന്നെ പുറവേ തന്നെ തിരിഞ്ഞ് എന്നെ നോക്കിയപ്പോൾ കണ്ടില്ല. അയാൾ മേളിൽ ബാഗ് വെച്ചത് കൊണ്ട് കണ്ടില്ല. അങ്ങനെ പോയി എന്തുവാ ഈ ആഹാരം ഉണ്ടാക്കുന്ന അവിടെ വരെ പോയി. എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അപ്പം ഒരാൾ ചോദിച്ചു, എന്താ മോനെ കരയുന്ന, അമ്മയെ കണ്ടില്ല. അപ്പോഴത്തേക്ക് ഞാനും ഭയങ്കര ഇതാണ്. പിന്നെ അവൻ്റെ അച്ഛൻ വെള്ളം എടുക്കാൻ പോയതാണ്, വണ്ടി നിർത്തിയിട്ടുണ്ട് കോട്ടയം സ്റ്റേഷന്. അപ്പോൾ അന്ന് പിന്നെ ഈ ഇതൊക്കെ വിശ്വസിക്കുന്ന സമയം മോശം എന്നൊക്കെ വിശ്വസിക്കുന്ന കാലമാണ്. അന്നേരം പിന്നെ അച്ചാമ്മ പറഞ്ഞു, ഇപ്പം സമയം നല്ലതല്ല, കുഞ്ഞിനെ നാട്ടിൽ നിർത്തിയിട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് കേട്ടോണ്ട് മകൻ എന്ത് ചെയ്ത് അമ്മയുടെ അടുത്തല്ലേ അപ്പച്ചിമാര്, എൻ്റെ അമ്മൂമ്മയുടെയും അപ്പച്ചിമാരുടെയൊക്കെ അടുത്ത് നിർത്തി. അതിന് എൻ്റെ ഈ മകൻ ഇപ്പോഴും, അതായത് ഞാൻ അതെ. പിന്നെ അവൻ്റെ വൈഫ് പറയും, എന്തിനാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും ഇത് നിങ്ങൾ എന്തിനാ പറയുന്നതെന്നും പറഞ്ഞ് എൻ്റെ വൈഫ് പറയും. അങ്ങനെ എൻ്റെ മൂത്ത മകൻ്റെ വൈഫ് ഒരു സമാധാനം തരും അങ്ങനെ എനിക്ക്. പിന്നെ ഈ അന്ന് എപ്പോഴും ഈ പാടുന്ന പാട്ടുകളിൽ പഴയ പാട്ടുകളോടായിരുന്നു അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം അല്ലേ? പഴയ പാട്ടുകളോടും പിന്നെ ഭക്തിഗാനങ്ങളോട്. അപ്പോൾ ആ പഴയ പാട്ടുകളിൽ പിന്നെ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ട് പറയാം. സ്കൂളിൽ പഠിച്ചപ്പം പാട്ട് സാറ് പഠിപ്പിച്ച ഒരു പാട്ടാണ്. അതെന്ന് വെച്ചാൽ ഭയങ്കര അർത്ഥമുള്ള ഒരു പാട്ട്. കിളിക്കു കൂട്ടിൽ ദുഃഖം കിളിയൊഴിഞ്ഞു കൂടിനു ദുഃഖം കിളിയും കൂടുമകന്ന
മായുകയും ദുഃഖം മായുക ജീവിത ലഹരിയിലനുഭവ ദുഃഖം. അധികം പ്രായമൊന്നുമില്ലാത്ത സമയത്താണ് ഭൂട്ടാനിലോട്ട് പോയത്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്. എൻ്റെ അമ്മ അത് എനിക്ക് എഴുത്തയക്കുമ്പോൾ അത് എഴുതിയാണ് അയക്കുമായിരുന്നു. ആ ഒരു പാട്ടിൻ്റെ 2 വരി. ഉം. സുഖമെവിടെ ദുഃഖമെവിടെ സ്വപ്നമായി ആശയിവിടെ നിരാശയിവിടെ സുഖമെവിടെ ദുഃഖമെവിടെ. ഈ പാട്ടുകളെ പ്രൊഫഷണല ഇത്തിരി റെഗുലറായിട്ട് അമ്മ പാടാനൊക്കെ തുടങ്ങിയത് ഭൂട്ടാനിൽ വെച്ചാണല്ലോ. അപ്പം അവിടെ എങ്ങനെയാണ് ആ പാട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരുന്നത് വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഭൂട്ടാൻ തുടങ്ങുന്ന ഭാഗം ഫുൻഷലിംഗ് എന്ന് പറയും. ഫുൻഷലിംഗ് അതിൽ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിലെ ഒരു പട്ടാളക്കാരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഗ്രഫ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അവർക്ക് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ആ പിന്നെ ബോർഡറിൽ. അവിടെ എല്ലാ മലയാളികളും കൂടും. കാരണം എന്തെന്ന് വെച്ചാൽ രാധാകൃഷ്ണ ടെമ്പിളായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മലയാളികൾക്ക് പൂജിക്കാനായിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോയും വെച്ച് പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മണ്ഡലകാലത്തെ പോലെ തന്നെ അവിടെ 41 ദിവസവും അവിടെ ചെറുപ്പ് നടത്തും. ഓരോ മലയാളികൾ ഓരോ ദിവസമായിട്ട്. അങ്ങനെ അവിടെ പാടാനായിട്ട് എൻ്റെ ഭർത്താവാണ് അവിടെ ഈ പൂജ ചെയ്യുന്ന ആൾ. എൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും. അദ്ദേഹം മരിച്ചതും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് പിന്നെ ഈ ലോകത്ത് നിന്ന് പോയത്. കാരണം അങ്ങനെ ഒരു പേരാണ് ഞങ്ങൾക്ക് അവിടെ. കാരണം അദ്ദേഹം പൂജയും പിന്നെ ഇന്ത്യൻ എംബസിയിലെ സാറ് വരെ അവിടെ വന്ന് ഇത് ചെറുപ്പ് നടത്തി അദ്ദേഹത്തിനെ തൊട്ട് വന്ദിക്കുക വരെ ചെയ്തു. അവിടെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ 72-ലാണ് ആ ക്ഷേത്രം കാണാൻ പോയത്. അവിടെ ഇങ്ങനെ മലയാളികൾ ഇരുന്ന് പാടുന്നു. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു കൃഷ്ണൻ്റെ അമ്പലം ആണല്ലോ, അപ്പോൾ ഒരു കൃഷ്ണൻ്റെ പാട്ട് പാടാം എന്ന് കരുതി മനസ്സിലാഗ്രഹിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ആദ്യമായിട്ട് കേശാദിപാദം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് ഞാൻ അവിടെ ഇരുന്ന് പാടി. അന്ന് മുതൽ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും നിർബന്ധിക്കും ആ പാട്ടൊന്ന് പാടണം. അത് ഞാൻ അവിടുന്ന് പോകുന്നതൊക്കെ എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് കേശാദിപാദം ചേച്ചി എന്നായിരുന്നു. ആ പാട്ടൊന്ന് 1-2 വരികളൊന്ന് പാടാം. കേശാദിപാദം. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ
പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും പാലത്തോടു കുറിയും താണും തൊഴുന്നേ കേശാമി പാദം തൊഴുന്നേ കേശാമി പാദം തൊഴുന്നേ. ഈ പാട്ടുകളെ പ്രൊഫഷണല ഇത്തിരി റെഗുലറായിട്ട് അമ്മ പാടാനൊക്കെ തുടങ്ങിയത് ഭൂട്ടാനി വെച്ചാണ്. അപ്പം അവിടെ എങ്ങനെയാണ് ആ പാട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരുന്നത് വെസ്റ്റ് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഭൂട്ടാൻ തുടങ്ങുന്ന ഭാഗം ഫുൻഷലിംഗ് എന്ന് പറയും. ഫുൻഷലിംഗ് അതിൽ ഈ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിലെ ഒരു പട്ടാളക്കാരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഗ്രഫ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അവർക്കൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നെ ബോർഡറിൽ അവിടെ എല്ലാ മലയാളികളും കൂടും. കാരണം എന്തെന്ന് വെച്ചാൽ രാധാകൃഷ്ണ ടെമ്പിളായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മലയാളികൾക്ക് പൂജിക്കാനായിട്ട് അയ്യപ്പൻ്റെ ഫോട്ടോയും വെച്ച് പൂജ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മണ്ഡലകാലത്തെ പോലെ തന്നെ അവിടെ 41 ദിവസവും അവിടെ ചെറുപ്പ് നടത്തും. ഓരോ മലയാളികൾ ഓരോ ദിവസമായിട്ട്. അങ്ങനെ അവിടെ പാടാനായിട്ട് എൻ്റെ ഭർത്താവാണ് അവിടെ ഈ പൂജ ചെയ്യുന്ന ആൾ. എൻ്റെ ഭയങ്കര ഭക്തനായിരുന്നു. പിന്നെ ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും. അദ്ദേഹം മരിച്ചതും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് പിന്നെ ഈ ലോകത്ത് നിന്ന് പോയത്. കാരണം അങ്ങനെ ഒരു പേരാണ് ഞങ്ങൾക്ക് അവിടെ. കാരണം അദ്ദേഹം പൂജയും പിന്നെ ഇന്ത്യൻ എംബസിയിലെ സാറ് വരെ അവിടെ വന്ന് ഇത് ചെറുപ്പ് നടത്തി അദ്ദേഹത്തിനെ തൊട്ട് വന്ദിക്കുക വരെ ചെയ്തു. അവിടെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ 72-ലാണ് ആ ക്ഷേത്രം കാണാൻ പോയത്. അവിടെ ഇങ്ങനെ മലയാളികൾ ഇരുന്ന് പാടുന്നു. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു കൃഷ്ണൻ്റെ അമ്പലം ആണല്ലോ, അപ്പോൾ ഒരു കൃഷ്ണൻ്റെ പാട്ട് പാടാം എന്ന് കരുതി മനസ്സിലാഗ്രഹിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ആദ്യമായിട്ട് കേശാദിപാദം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, അത് ഞാൻ അവിടെ ഇരുന്ന് പാടി. അന്ന് അതിൽ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും നിർബന്ധിക്കും ആ പാട്ടൊന്ന് പാടണം. അത് ഞാൻ അവിടുന്ന് പോന്നൊക്കെ എന്നെ എല്ലാവരും അറിയപ്പെടുന്നത് കേശാദിപാദം ചേച്ചി എന്നായിരുന്നു. ആ പാട്ടൊന്ന് 1-2 വരികളൊന്ന് പാടാം. കേശാദിപാദം. കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ കേശാദിപാദം തൊഴുന്നേ കേശവ കേശാദിപാദം തൊഴുന്നേ. പീലിച്ചുരുൾ മുടിയും നീലത്തിരൂടലും പാലത്തോടു കുറിയും താണും തൊഴുന്നേ കേശാമി പാദം തൊഴുന്നേ കേശാമി പാദം തൊഴുന്നേ. പിന്നെ നാട്ടിലേക്ക് ഇപ്പം മൂത്ത മകൻ്റെ പഠിത്തം ഏകദേശം കഴിയുകയും ഇളയ മകൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് നാട്ടിലേക്ക് സെറ്റിലായി. അച്ഛന് കൂടുതൽ അസുഖം ആയി. പിന്നെ അച്ഛൻ എൻ്റെ വിയോഗം
അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിലേക്ക് സെറ്റിലായല്ലോ. ആ സമയത്ത് അമ്മയുടെ ചേച്ചിമാരൊക്കെ നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ ഭക്തിഗാന സുധ ഒരു ട്രൂപ്പൊക്കെ തുടങ്ങിയായിരുന്നു, ക്ഷേത്രങ്ങളിലൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആറ്റുകാൽ ദേവിയുടെ ഒരു പാട്ട് സ്ഥിരമായിട്ട് അമ്മ പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു. അതൊന്ന് പാടാമോ? ഒന്ന് രണ്ടുപേര്. ആലാപനം തുടങ്ങി ആത്മാവിൻ തന്ത്രി ദുഃഖം കഴിഞ്ഞൊഴുകും പരിദേവനം തുടങ്ങി പരിദേവനം തുടങ്ങി അമ്മേ എൻ്റെ അമ്മേ ആരോടു പറയും ഞാൻ എൻ്റെ ശാകുല കഥകൾ അമ്മ തൻ മടിയിൽ കൊഞ്ചിക്കുഴഞ്ഞിരിക്കും കണ്ണുനീർ വാർക്കും പിന്നെ ഈ അതിനുശേഷം പിന്നെ കുറേ നാളുകൾ അങ്ങനെ പാട്ടുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ മൂത്ത മകൻ, അതായത് ഈ ഞാൻ പലപ്പോഴും പാട്ട് പഠിപ്പിച്ചു തരാൻ പറയുമ്പം ഒരു ശ്രദ്ധയുമില്ലാതെ ഇരിക്കുമായിരുന്നു. പാട്ട് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. അത് മാത്രമല്ല, ഞാൻ പാടി തെറ്റുമ്പോൾ അപ്പോൾ അത് ചിരിക്കുമായിരുന്നു തിരിഞ്ഞിരുന്ന്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഇവൻ്റെ നല്ല സൗണ്ടാണ്, പാട്ട് പാടാൻ നല്ല കർണരസമുള്ള സൗണ്ട്. ഒന്ന് പാടാൻ പറഞ്ഞാൽ പാടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ മൂളിപ്പാട്ട് പാടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരും. ആ സന്തോഷത്തിന് ഞാൻ ചിരിച്ചു പോകുന്നതിന് പറയുന്നേ അവനെ കളിയാക്കി ചിരിക്കുക. പക്ഷെ അത് തെറ്റുമ്പോഴാണല്ലോ കൂടുതൽ ആ സന്തോഷം വരുന്നത്. അതെന്താ? പാടാൻ പറഞ്ഞാൽ പാടത്തില്ല, പിന്നെ പാടിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് തെറ്റുമ്പോഴാണ് സംശയിക്കുന്നതാണ്. പക്ഷേ പിന്നെ സിനിമ പാട്ടുകളൊക്കെ അമ്മ ഇടയ്ക്ക് പഴയ ഒന്ന് രണ്ട് നല്ല സിനിമാ പാട്ടുകളൊക്കെ പാടുവരാമല്ലോ, ഓർമ്മയുണ്ടോ? അതിപ്പോൾ ഓർമ്മയില്ല. എനിക്ക് ഇടയ്ക്ക് ഒരു അസുഖം കൂടെ വന്ന് പിടിപെട്ടിരിക്കുന്നു. അത് കാരണം, അതായത് ഇപ്പം അമ്മ ഇങ്ങനെ ചില വാക്കുകളൊക്കെ തെറ്റുമ്പം നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് അല്ലേ? ആദ്യമേ ഒരു യൂട്രസിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് ഓപ്പറേഷനൊക്കെ ആയിട്ട് അത് കളഞ്ഞു. അതിനുശേഷം അത് ഒരു 1.5 വർഷത്തോളം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ആ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ബ്രെയിൻ ഒരു ട്യൂമറസ് ഗ്രോത്ത് വന്നിട്ട് തളർന്നു പോയായിരുന്നു അല്ലേ? സംസാരശേഷി പോയി, ഓർമ്മശക്തി എല്ലാം പോയി, കംപ്ലീറ്റ് ബെഡിലായിരുന്നു 1-2 മാസം. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രമിച്ച്, എല്ലാവരും, ഞങ്ങൾ 2 മക്കളും മരുമക്കളും എല്ലാ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ സഹായിച്ച് നമ്മുടെ കിംസിലെ ജയപ്രകാശ് മാധവൻ ഡോക്ടർ, അദ്ദേഹമാണ് ഈ റേഡിയേഷൻ വഴി അത് അമ്മ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും കൈയൊക്കെ അനക്കി. അതൊരു വല്ലാത്ത ഘട്ടമായിരുന്നു അല്ലേ? കൈ അനക്കി, പിന്നെ പതുക്കെ എണീറ്റിരുന്നു, പിന്നെ പതുക്കെ ഓരോന്ന് ഘട്ടമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സംസാരം തിരിച്ചു കിട്ടി. അമ്മയാണ് ഇങ്ങനെ ഇരുന്ന് പാടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഗൗരവമേറിയ ചോദ്യമാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഉറുമ്പുകളെ പിടിച്ച്, കറുത്ത ഉറുമ്പ് പഞ്ചസാരയിലും ചായയിലും ഒക്കെ വരുമ്പോൾ പറയാറുണ്ട്, അതായത് ഉറുമ്പിനെ കഴിച്ചാൽ കണ്ണിന് കാഴ്ചശക്തി കിട്ടുമെന്ന്. അങ്ങനെ
കണ്ണിന് കാഴ്ചശക്തി കിട്ടിക്കോട്ടെ എന്ന് കരുതി ഉറുമ്പുകൾ വീണ ചായ അതേപടി കുടിക്കാറുണ്ട്, ഉറുമ്പുകളെ തിന്നാറുണ്ട്, അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? നമുക്ക് മനം മറിക്കത്തില്ലേ? അഴുക്കിനകത്തൊക്കെ എങ്ങനെ നടക്കുന്നില്ലേ ഉറുമ്പ്? അപ്പം അങ്ങനെയുള്ള ഉറുമ്പുകളെ കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. ഇപ്പം കാഴ്ചശക്തി കുടിക്കോട്ടെ എന്ന് കരുതി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു പാട്ടും കൂടെ എന്ന് വെച്ചിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് നമ്മൾ ഒരുപാട് ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു വർണ്ണം ഈ ഒരുപാട് കൂടുതലും കൃഷ്ണൻ്റെ പാട്ടുകളാണ് അല്ലേ? അപ്പോൾ അത് ഇതിനകത്ത് ഈ 5 വിളക്കെടുക്കാം എന്നുള്ള പാട്ട് ഒരുപാട് തവണ നമ്മൾ പാടി കേട്ടിട്ടുള്ളത്. അതൊന്ന് പാടാൻ പറ്റുമോ? അപ്പം ഇതൊന്നും ആയിരുന്നില്ല, പണ്ട് ഭയങ്കര ഗംഭീര തകർപ്പൻ പാട്ടുകളായിരുന്നു. അപ്പം നമുക്ക് ഇതൊക്കെ ഈ സൗണ്ടൊക്കെ പോയി, ശബ്ദമൊക്കെ പോയി, തളർന്ന് ഒക്കെയുള്ള ഒരു അവസ്ഥ ആയ സമയത്ത് ഇപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ആൾക്കാരോട് പറയുമ്പോഴും ചോദിക്കുമ്പോഴൊക്കെ ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നൊരു കാര്യമായിരുന്നു, പിന്നെ അമ്മ നന്നായിട്ട് പാടുന്ന ആളാണ്, അപ്പം ഇപ്പം ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് അമ്മ റിക്കവറായി എന്ന് പറയുമ്പം, തിരിച്ച് സൗണ്ടൊക്കെ കിട്ടി സംസാരിക്കാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുമ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന, ഞാൻ ഇത് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ ഇപ്പം പാടാൻ തുടങ്ങിയെന്നാണ്. അപ്പം ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ അന്നേ വിചാരിച്ചതാണ് അമ്മ ഇവിടെ കോട്ടയത്തേക്ക് വരുമ്പോൾ. അമ്മ തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു ഈ റേഡിയേഷനും ചികിത്സയും ഒക്കെ. ആദ്യത്തെ 1.5 വർഷം ചികിത്സ ഇവിടെ വെച്ചായിരുന്നു, കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരത്ത് ഒരു 2 മാസത്തിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ വെച്ചാണിത് സംഭവിച്ചത്. അവിടെ ഒരു 5 മാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തിരിച്ചു വന്നു. അപ്പം ഇനിയും കുറച്ചും കൂടെ മെച്ചപ്പെട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഇറക്കും കേട്ടോ, അല്ലേ? അപ്പം കുറച്ചും കൂടെ പാട്ടൊക്കെ ഓർമ്മ വന്ന് കുറച്ചും കൂടെ പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ പാട്ടിറക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഈ ചാനൽ ഇത്രയും നേരം കണ്ടതിന് നന്ദി. അമ്മയ്ക്കും നന്ദി, നമസ്കാരം. ഓക്കെ.